ബേക്ക് ആൻഡ് ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത് പപ്സാണ്. അപ്പോൾ ഇന്ന് ചിക്കൻ പപ്സാണ് തയ്യാറാക്കി കാണിക്കുന്നത്. ഓവണൊന്നും ഇല്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എങ്കിൽ മാത്രമേ ഞാൻ ഇതിൽ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടുള്ള അളവും എല്ലാം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓവണില്ലാന്നും പറഞ്ഞ് ആരും പപ്സ് തയ്യാറാക്കാതിരിക്കേണ്ട. നമ്മളെ വീട്ടിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പപ്സ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സപ്പോർട്ടും എല്ലാവരും ചെയ്യണേ. പപ്സ് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം കൗണ്ടർ ടോപ്പ് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി എടുക്കുക. നമ്മൾ പാത്രത്തിൽ വെച്ച് കുഴക്കിനേക്കാളും കൗണ്ടർ ടോപ്പിലിട്ട് മാവ് കുഴയ്ക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പപ്സ് കിട്ടുന്നത്. അതിനുശേഷം ഇതിലേക്ക് 250 ഗ്രാം മൈദാമാവാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു മൈദാമാവിൻ്റെ നടുഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് മാറ്റിയ ശേഷം 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 250 ഗ്രാം മൈദാമാവിനാണ് 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ 1 കിലോ മൈദാമാവിനാണ് തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾ അതിലേക്ക് 50 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. അടുത്തതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും 1/2 ടീസ്പൂൺ അളവിൽ വാനില പൗഡറും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുഴയ്ക്കാൻ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് 150 ml ആണ്. ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ആ ഒരു പഞ്ചസാരയൊന്ന് നല്ലതുപോലെ ഒന്ന് അലിയിച്ച ശേഷം കുറച്ചും കൂടി വെള്ളം ചേർത്ത് മാവ് 4 സൈഡിൽ നിന്ന് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കാം. മാവ് നല്ലതുപോലെ കുഴച്ചെടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു നല്ല ലെയറായിട്ടുള്ള പപ്സ് തയ്യാറാക്കി കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇത്രയും ലോങ് ആയി പോയത്, നമ്മൾ പപ്സൊക്കെ തയ്യാറാക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് തുടക്കക്കാർക്ക് പറഞ്ഞു തന്നില്ലെങ്കിൽ അവർക്ക് ഒട്ടും തന്നെ മനസ്സിലാവില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലോങ് വീഡിയോ ആയി പോകുന്നത്. മാവ് കുഴച്ചെടുക്കുന്നത് നമ്മൾ മാക്സിമം 15 മിനിറ്റെങ്കിലും കുഴച്ചെടുക്കണം കേട്ടോ. ആദ്യം നമുക്ക് കുഴച്ച് ആദ്യം ലെവലാക്കി എടുക്കണം. മാവ് ആ ഒരു വെള്ളം മാത്രമേ എടുക്കാവൂ കേട്ടോ. 150 ml വെള്ളം മാത്രമേ ഇതിൽ ചേർക്കാവൂ. ഇതിലേക്ക് നമ്മൾ ബട്ടറും കൂടി ചേർത്ത് കുഴയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവും കേട്ടോ. അപ്പോൾ മാവ് നല്ലതുപോലെ ആദ്യം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ ഇവിടെ ഞാൻ 250 ഗ്രാം മൈദയ്ക്ക് 25 ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് നല്ലതുപോലെ ആദ്യം കുഴച്ചെടുക്കുക. നിങ്ങൾ കുഴയ്ക്കുമ്പോൾ ആദ്യം നിങ്ങൾ വിചാരിക്കും ഇതെന്തോ പോലെ ഇരിക്കണമെന്ന്, ഒന്നും പേടിക്കണ്ട. നമ്മൾ ആ ഒരു ബട്ടർ ചേർത്ത് കുഴച്ച് നല്ല സോഫ്റ്റായി വരുമ്പോൾ ആ ഒരു കൗണ്ടർ ടോപ്പിലൊന്നും മാവ് ഒട്ടാതെ തന്നെ നമുക്ക് നല്ലൊരു പഞ്ഞി പോലത്തെ മാവ് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ കുഴയ്ക്കുന്നതാണ് ഏറ്റവും പ്രാധാന്യം. നല്ലതുപോലെ 2 കൈ ഉപയോഗിച്ച് കുഴയ്ക്കുക കേട്ടോ. നിങ്ങൾക്ക് സ്റ്റാൻഡ് മിക്സറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലിട്ട് 20 മിനിറ്റ് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം നമ്മളിതുപോലെ കൈകൊണ്ട് കുഴയ്ക്കണമെന്ന് വെച്ചാൽ എല്ലാവർക്കും പപ്സ് തയ്യാറാക്കാൻ വേണ്ടിയാണ് കേട്ടോ. നമുക്ക് സ്റ്റാൻഡ് മിക്സറൊക്കെ ഇല്ലാത്ത എത്രയോ പേരുണ്ട്, എനിക്കും ഇല്ല ഇവിടെ. അപ്പോൾ ഞാൻ ഇവിടെ കൂടുതലും നിങ്ങളെ പഠിപ്പിക്കുന്നത് ഇതുപോലെ കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ട് മാവ് കുഴച്ചാണ് കേട്ടോ. പിന്നെ നിങ്ങൾ മാവ് കുഴയ്ക്കുമ്പോൾ ഇതുപോലെ വലിച്ച് വേണം കുഴച്ചെടുക്കാൻ. ഇതുപോലെ ഒരു 2 കൈ ഉപയോഗിച്ച് നല്ലതുപോലെ വലിച്ച് നല്ല ഇതായിട്ട് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ മാവ് നമ്മൾ കുഴഞ്ഞു വരുന്ന പരുവെന്ന് പറയുന്നത് ആ കൗണ്ടർ ടോപ്പിലും കയ്യിലൊന്നും മാവ് ഒട്ടാതെ ഇരിക്കും കേട്ടോ. ആ ഒരു സമയം വരെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. മാക്സിമം നിങ്ങൾ 15 മിനിറ്റെങ്കിലും മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. ഇതേപോലെ നമ്മൾ നല്ല ഇതായിട്ട് കറക്റ്റായിട്ട് കുഴച്ചെടുക്കണം. പിന്നെ 2-3 പേര് എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്തായിരുന്നു ഇത്രയും വലിച്ചു നീട്ടി നമ്മൾ വീഡിയോ എടുക്കണം എന്തിനാണെന്ന്. തുടക്കക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മൾ നിങ്ങളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴും നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രമേ ആ ഒരു വീഡിയോ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ മാവ് പരുവായപ്പം കണ്ട ഒട്ടും തന്നെ ആ കൗണ്ടർ ടോപ്പിലും കയ്യിലും ഒന്നും ഒട്ടാതെ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. നമുക്ക് ഈ ഒരു മാവ് കുഴയ്ക്കണ പാട് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് അതിലധികം പാടൊന്നുമില്ല. ഇനി നമുക്കൊന്ന് ആ ഒരു കൗണ്ടർ ടോപ്പിൽ കുറച്ച് മാവൊന്ന് തൂറ്റിയ ശേഷം ഈ ഒരു നമ്മൾ കുഴച്ച മാവിനെ അതിലേക്ക് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വയ്ക്കാം കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ നിങ്ങൾ കൗണ്ടർ ടോപ്പിലൊക്കെ മാവ് തൂറ്റി കൊടുക്കുമ്പോൾ അധികം വാരി വലിച്ചൊന്നും തൂറ്റി കൊടുക്കല്. കുറച്ചളവിൽ ഒന്ന് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം തൂറ്റി കൊടുക്കാൻ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് മാർജറിനാണ്. ഞാൻ ഇവിടെ ഗോൾഡൻ സ്പ്രെഡിൻ്റെ മാർജറിനാണ് എടുക്കുന്നത്. നമുക്ക് പപ്സ് തയ്യാറാക്കാനൊക്കെ ഓരോ പേരിൽ മാർജറിനുണ്ട് കേട്ടോ. ഈ ഒരു മാർജറിൻ ചേർത്താൽ മാത്രമേ നല്ല പപ്സ് നമുക്ക് കിട്ടുകയുള്ളൂ.
അപ്പോൾ ആ ഒരു മാർജറിൻ ഒന്ന് ചെറുതായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് ആ മാർജറിൻ നല്ലതുപോലെ കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം. അധികം ചൂട് കൂടി പോവാൻ പാടില്ല. ചൂട് കൂടിക്കഴിഞ്ഞ് മെൽറ്റായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചൂടാക്കുമ്പോൾ തന്നെ ഒരു അടിഭാഗം ഒന്ന് ചെറുതായിട്ട് മെൽറ്റായി വരും. ആ ഒരു സമയത്ത് കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ച് ഒരു ക്രീം ഇതാക്കി എടുക്കണം കേട്ടോ. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മാവ് നല്ലതുപോലെ കട്ടി കുറച്ച് പരത്തിയെടുക്കണം. നമുക്ക് എത്ര കട്ടി കുറയ്ക്കുക ആ രീതിയിൽ കട്ടി കുറച്ച് പരത്തിയെടുക്കുക കേട്ടോ. അധികം വലിയ നല്ല നൈസായിട്ട് എടുക്കണ്ട, എങ്കിലും നമുക്ക് മാക്സിമം കട്ടി കുറച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ എടുത്തു വച്ചിരിക്കുന്ന മാർജറിൻ നല്ല കട്ടിക്ക് വേണം ആദ്യത്തെ ലെയർ തേച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ മാർജറിനാണ് ഏറ്റവും കൂടുതൽ പപ്സ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പം ഞാനതിവിടെ കട്ടി കുറച്ച് നല്ലതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാർജറിൻ നല്ല കട്ടിക്ക് എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കണം. എല്ലാ ഭാഗത്തും ഈ ഒരു മാർജറിൻ എത്തണം കേട്ടോ. ആ വിധത്തിൽ വേണം നല്ല കട്ടിക്ക് തേച്ച് കൊടുക്കാൻ. പിന്നെ നമ്മൾ ഈ ഒരു മാർജറിനൊക്കെ തേക്കുമ്പോൾ നമ്മളെ കയ്യിൽ ഒട്ടണമെന്ന് പറഞ്ഞ് ഒന്നും വിഷമിക്കേണ്ട. നമ്മളൊരു ഇതെല്ലാം ഒന്ന് തേച്ച ശേഷം വെള്ളവും സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നേക്കാളും നമ്മളൊരു തുണി കൊണ്ട് തുടച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാനതിവിടെ എല്ലാ ഭാഗത്തും നല്ല കട്ടിക്ക് തന്നെ മാർജറിൻ കൊടുക്കുകയാണ്. അപ്പോൾ കണ്ട ഇതുപോലെ ക്രീമായിട്ട് ഇരിക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കാനും എളുപ്പമായിരിക്കും കേട്ടോ. നല്ല കട്ടിയായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കതൊരു പാടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയ ശേഷം നമ്മളിതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ. ആ ഒരു മാർജറിൻ നല്ല സോഫ്റ്റാക്കി എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ ഭാഗത്തും ഇതുപോലെ തേച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ മാർജറിൻ എല്ലാ ഭാഗത്തും തേച്ച് നല്ല കട്ടിക്ക് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരിടത്ത് പോലും എത്താത്തല്ല, എല്ലാ സൈഡിലും എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മടക്കിയെടുക്കണം. അതിന് മുമ്പേ കുറച്ച് മൈദപ്പൊടി ഒന്ന് തൂറ്റി കൊടുക്കണം. അപ്പോൾ മൈദപ്പൊടി തൂറ്റുമ്പോൾ കൂടുതൽ വാരിയിട്ട് തൂറ്റരുത്, കുറച്ചൊന്ന് തൂറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ രണ്ട് സൈഡിലും ഒന്ന് മടക്കിയെടുക്കുകയാണ്. ഈ ഒരു സൈഡിൽ നിന്ന് വലിച്ചൊന്ന് പതുക്കെ ഒന്ന് മടക്കിയെടുക്കുക. അപ്പം ഞാനവിടെ ഈ ഒരു സൈഡിൽ നിന്ന് പതുക്കെ ഒന്ന് ആ ഒരു ഭാഗത്തേക്കൊന്ന് മടക്കി കൊടുക്കുകയാണ്. അതിനുശേഷം തിരിച്ച് അതേപോലെ തന്നെ ആ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് മടക്കി നാലായിട്ടൊന്ന് മടക്കി വയ്ക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് വലിച്ച് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ലെയർ മാത്രമാണ് ഇത്ര കട്ടി കുറച്ച് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. രണ്ടാമത്തെ ലെയറിൽ ഇത്രയും കട്ടി കുറച്ച് നമ്മൾ പരത്തണ്ട. അപ്പോൾ ഞാൻ ഇവിടെ 4 സൈഡ് ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പരത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അടിഭാഗത്ത് കുറച്ച് മാവ് തൂറ്റിയിട്ടാണ് നല്ലതുപോലെ പരത്തുക, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ. ഇനി മാവൊന്ന് ചെറുതായിട്ടൊന്ന് തൂറ്റി എല്ലാ ഭാഗത്തും ഒന്ന് ആക്കിയ ശേഷം നമുക്ക് അടുത്ത് വീണ്ടും ഒന്ന് പരത്താം കേട്ടോ. ഇനി നിങ്ങൾ പരത്തുമ്പോൾ അധികം നൈസായിട്ട് പരത്തണ്ട, ഇത്തിരി കട്ടിക്ക് പരത്തിയെടുത്താൽ മതി. അതുപോലെ തന്നെ മാർജറിൻ തേക്കുമ്പോഴും അധികം കട്ടിക്ക് തേക്കേണ്ട, ബാക്കിയിരിക്കുന്ന മാർജറിൻ കുറച്ചൊന്ന് തേച്ച് കൊടുത്താൽ മതി. നമ്മൾ ആദ്യം എടുക്കുന്നത് 1/4 ഭാഗത്തോളം മാർജറിൻ തേച്ച് കൊടുക്കും. പിന്നെ അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇതിലേക്ക് രണ്ടാമത് ലെയർ തേച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം 2-3 പ്രാവശ്യം വീഡിയോ ഫുള്ള് കാണുക, എങ്കിൽ മാത്രമേ നമുക്ക് ആ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആദ്യവും അവസാനം കണ്ടിട്ട് പപ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒട്ടും ശരിയാവില്ല കേട്ടോ. നിങ്ങൾ വീഡിയോ കണ്ട് അതിൻ്റെ അളവുകളെല്ലാം ആദ്യം ബുക്കിൽ എഴുതിയിടുക, അത് ചെയ്യണ രീതി എഴുതിയിടുക. അതിന് ശേഷം നിങ്ങൾ അത് കണ്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കട്ടി കുറച്ചൊന്ന് പരത്തി മാർജറിൻ തേച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മാർജറിന് 125 ഗ്രാം മാർജറിൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് വലിച്ച് ലെവൽ ചെയ്ത് മടക്കിയെടുക്കുക കേട്ടോ. ഒരു സൈഡും കുറഞ്ഞും കൂടിയിരിക്കൽ ഇതുപോലെ വലിച്ചൊന്ന് മടക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ പരത്തുമ്പോൾ ഒരേ ലെവലിലുള്ള പപ്സ് തയ്യാറാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പം നിങ്ങൾക്ക് പപ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പാടെന്ന് വിചാരിക്കും. അങ്ങനെ പാടൊന്നുമില്ല കേട്ടോ. ഈ ഒരു മാവ് കുഴയ്ക്കണം ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഒട്ടും പാടില്ല. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ തയ്യാറാക്കുന്നേക്കാളും നല്ല അടിപൊളി പപ്സ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇത് 2 രീതിയിൽ ഞാൻ ഇന്ന് പപ്സ് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. നമ്മൾ ഓവണിലും കാണിക്കുന്നുണ്ട്, അല്ലാതെ നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ചും നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഓവണൊക്കെ ഇല്ലാത്തവർക്കും ചെയ്യണമല്ലോ. ഇനി ഞാൻ ഇവിടെ നമ്മൾ മടക്കി വെച്ച പപ്സിനെ ഒന്ന് പരത്തിയെടുക്കുകയാണ്. ഇനി നമ്മൾ കൂടുതൽ നല്ല നൈസായിട്ട് പരത്താൻ പാടില്ല. 1 ഇഞ്ച് കനത്തിൽ നമ്മളൊന്ന് അതിനെ പരത്തിയെടുക്കുക. അപ്പോൾ നിങ്ങൾ പരത്തുന്നതിന് മുമ്പേ കുറച്ച് മാവൊന്ന് തൂറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചപ്പാത്തി കോല് കൊണ്ട് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ബേക്കറിയിലൊക്കെ ഇതുപോലെ ചപ്പാത്തി കോലല്ല, അവർ വലിയ റോളർ വെച്ചൊക്കെയാണ് അത് പരത്തിയെടുക്കണം കേട്ടോ. നമുക്കിപ്പോൾ നമ്മളെ വീട്ടിലുള്ളതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം ഒരേ ലെവലിൽ തന്നെ എല്ലാ ഭാഗവും ഒന്ന് പരത്തിയെടുക്കാം.
അപ്പോൾ നിങ്ങൾ പരത്തിയെടുക്കുമ്പം അധികം നൈസായി പോകാൻ പാടില്ല, ഇത്തിരി കട്ടിക്ക് വേണം പരത്തിയെടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ചെറിയൊരു നമ്മൾ കയ്യിലിങ്ങനെ പൊക്കി നോക്കുമ്പോൾ ചെറിയൊരു ഇത് കട്ടി, ആ ഒരു കട്ടിക്ക് കിട്ടണം, എങ്കിൽ മാത്രമേ നമുക്ക് ലെയറായിട്ടുള്ള പപ്സ് തയ്യാറാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരേ അളവിൽ നിങ്ങൾ പരത്തിയെടുക്കാൻ നോക്കുക കേട്ടോ, കാരണം നമുക്കത് കട്ട് ചെയ്യുമ്പോൾ വേസ്റ്റായി പോവാതിരിക്കാൻ വേണ്ടിയാണ് ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ മാവെല്ലാം നല്ലതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്യുന്ന അളവെന്ന് പറയുന്നത്, നമ്മൾ ബേക്കറിയിലൊക്കെ കട്ട് ചെയ്യുന്ന അളവെന്ന് പറയുന്നത് 4 നീളവും 4 സെൻറ്റിമീറ്റർ വീതിയും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം നമുക്ക് ഒരേ അളവിൽ എടുക്കണം. നമ്മളിപ്പം മുട്ട പപ്സിനായാലും ചിക്കൻ പപ്സിനായാലും അങ്ങനെ എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ അളവൊന്നും എടുക്കുന്നില്ല, അല്ലാതെ തന്നെ ഞാൻ വരച്ചെടുക്കുകയാണ് കേട്ടോ. നിങ്ങൾ അളവ് എടുക്കുമ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് അളന്നെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. നമ്മൾ കടയിലൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ സെയിൽ ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും അങ്ങനെ ചെയ്യണം കേട്ടോ. ഇതിപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ഒരളവിലങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ 2 ഭാഗത്തും ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ച ശേഷം ഞാൻ ഇവിടെ ഇതിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ അതിന് വേണ്ടി ഇവിടെ 2-3 സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ വേവിച്ച് അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയിട്ട് വേവിച്ച് മിക്സിയിലൊന്ന് കറക്കി എടുത്തതാണ്. ഇനി നിങ്ങളെ ഇഷ്ടത്തിന് അത് മസാല തയ്യാറാക്കി എടുക്കാം. മസാല തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കുറച്ച് എണ്ണ ഒഴിച്ച് നല്ല ഡ്രൈ ആയിട്ട് മസാല തയ്യാറാക്കി എടുക്കുക, വെള്ളമൊന്നും ആയി പോവരുത്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് നമ്മൾ ഈ ഒരു ഷീറ്റ് ഒന്ന് നനച്ച് കൊടുക്കണം. അപ്പോൾ നനയ്ക്കണമെന്ന് വെച്ചാൽ ഒന്ന് സ്പ്രേ ബോട്ടിൽ കൊടുത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ഒട്ടിക്കുമ്പോൾ അത് ഒട്ടിയിരിക്കുള്ളൂ. പിന്നെ നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. മസാല ചെയ്യുമ്പോൾ അധികം വെള്ളമൊന്നും ആയിപ്പോവരുത് കേട്ടോ. നമ്മൾ നല്ല ഡ്രൈ ആയിട്ടാണ് മസാല തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാത്തിലും ചിക്കൻ മസാല തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ മുട്ട പപ്സൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് വലിച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ നല്ല വലിച്ച് കൊടുക്കണം, അപ്പോൾ നല്ല വലിയ പപ്സ് തയ്യാറാക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഇവിടെ 3 രീതിയിലും ഞാൻ ഇവിടെ പപ്സ് മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു രീതിയിൽ, അല്ലാതെ നമ്മൾ വെജിറ്റബിൾ പപ്സൊക്കെ മടക്കുന്നത് പോലെ മടക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ തന്നെ നമ്മൾ കോണായിട്ട് മടക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ അമക്കിയൊന്നും വെച്ചുള്ള അതിൽ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അല്ലെങ്കിൽ കൂടുതൽ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ലെയറായിട്ടൊന്നും വരില്ല കേട്ടോ. പതുക്കെ ഒന്ന് 4 സൈഡ് ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് പപ്സൊക്കെ തയ്യാറാക്കി എടുക്കുകയാണ്. ഞാൻ ഇവിടെ 3 രീതിക്കാണ് ആ ഒരു പപ്സൊക്കെ മടക്കി എടുത്തത്. പിന്നെ ഇത് ഞാൻ ഇവിടെ ഗ്യാസ് അടുപ്പിൽ വയ്ക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി എടുക്കാം. അപ്പോൾ പപ്സ് എല്ലാം ഞാൻ ഇവിടെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മുട്ടയൊന്നും കൂടെ നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ 3 രീതിയിലാണ് ഞാൻ പപ്സ് തയ്യാറാക്കി. പിന്നെ ഞാൻ ഇവിടെ അടുപ്പിൽ വെക്കാനും ഞാൻ ഇവിടെ ഈ ഒരു പാത്രത്തിൽ എണ്ണ തേച്ച ശേഷം നമ്മൾ ഇതുപോലെ 3 പപ്സ് ഞാൻ അതിൽ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ, 2 രീതിയിൽ. അപ്പോൾ എല്ലാവർക്കും ചെയ്യണമല്ലോ, നമുക്ക് ഓവണുള്ളവർ മാത്രം പപ്സ് ചെയ്താൽ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ എളുപ്പത്തിലാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു പപ്സിൽ നമ്മൾ ഓവനിൽ വയ്ക്കണേക്കാളും സമയം എടുക്കും കേട്ടോ നമ്മൾ അടുപ്പിൽ വെക്കുന്നത്. ഓവനിലാണെങ്കിൽ നമ്മൾ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ നമ്മൾ 35 മിനിറ്റാണ് ഇതിനെ ബേക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ അടുപ്പിൽ വെക്കുന്ന പപ്സ് ആണെങ്കിൽ അത് 1 മണിക്കൂറെങ്കിലും ആവും കേട്ടോ വെന്ത് കിട്ടാൻ. പിന്നെ നമ്മൾ അടുപ്പിൽ വെക്കുന്ന പപ്സിന് കളർ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ പപ്സ് വെന്ത് ഒരു പകുതി ആകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ അടുപ്പിൽ വേവിക്കുന്ന പപ്സിന്. ഇതിപ്പോൾ ഈ ഒരു പപ്സ് നല്ലതുപോലെ വെന്ത് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ എല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇറക്കാം കേട്ടോ. ഇത് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലുള്ള പപ്സിൽ നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ തേച്ച് കൊടുക്കുന്നത് നമുക്ക് ഇതുപോലെ നമ്മൾ ഓവനിൽ വയ്ക്കുമ്പോഴെന്ന് വെച്ചാൽ 2 സൈഡും നമ്മൾ കോയിന് കത്തിച്ചിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ അടുപ്പിൽ വയ്ക്കുമ്പോൾ ഒരു സൈഡ് മാത്രമാണ് നമുക്ക് അത് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വേവായിട്ടുണ്ട്. ഞാൻ ഒന്ന് ബട്ടർ ഒന്ന് തേച്ച് കൊടുത്ത ശേഷം നമുക്ക് ബാക്കിയും കൂടെ വേവിക്കാം കേട്ടോ. അപ്പോൾ 1 മണിക്കൂറെങ്കിലും ഇത് വേവാൻ സമയം വേണം കേട്ടോ. നമ്മൾ അടുപ്പിൽ വെക്കുന്ന പപ്സ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമ്മൾ ഈ ഒരു പപ്സ് വേവിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ 2 രീതിയിൽ തയ്യാറാക്കിയ പപ്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഓവണില്ല എന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട, നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്സ് തന്നെയാണ് ഞാൻ തയ്യാറാക്കിയെടുത്തത്. അപ്പോൾ ഇപ്പോൾ നല്ല ചൂടായത് കൊണ്ട് തന്നെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ ബേക്കറിയിലൊക്കെ കിട്ടുന്ന പപ്സുകൾ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നത് ശരിയായില്ല എന്ന് ഇനി ആരും പറയണ്ട കേട്ടോ. നല്ല രീതിയിൽ ചെയ്യുക. എല്ലാവരും പപ്സ് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബേക്കൺ ടേക്കിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഓരോ ക്ലാസ്സിനും എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിച്ച് കേൾക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ലൈക്കും സപ്പോർട്ടും ചെയ്യണേ.